Hi, good morning. How are you all? How are you? I'm fine, thank you. Okay, very good. Anvida, are you busy? No. ഇവിടെ ശ്രദ്ധിക്കേ, മിസ് ചോദിക്കട്ടെ. Did you brush your teeth? Did you have have you had your breakfast? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല? അൻവിത കഴിച്ചു, ഇഷാനി കഴിച്ചില്ല എന്ന് പറഞ്ഞു. നിതാഷ, ഹേദൻ, ഉമർ, ആദിശ്രീ, എയ്ഡൻ. ഗുഡ് മോർണിംഗ്. Good morning. ഫസ്റ്റ് ആദിശ്രീയുടെ ഒരു നല്ലൊരു റൈംസ് കേട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദിശ്രീ, പാടിത്തരുവോ? റൈംസ് പാടിത്തരുവോ? ആര് പാടിത്തരും? ആദിശ്രീക്ക് പറ്റുമോ? നിതാശ പാടിത്തരുന്ന പറഞ്ഞു. നിതാശ പാടിക്കോ. ആദിശ്രീ. Twinkle, twinkle, little star, how I wonder what you are. ആദിശ്രീ, പാടുന്നുണ്ടോ? ഇല്ല, നല്ല മടിയാല്ലേ? സാരമില്ല. ഓക്കെ, ആരാണ് മിസ്സിന് ഒരു നല്ലൊരു റൈംസ് പാടിത്തരിക? നിതാശ. ഓക്കെ, നിതാശ ഫാത്തിമ മെഹറിനും പറഞ്ഞിട്ടുണ്ട്, പാടിക്കോ. 1, 2, Bakamana, 2, 3, 4, shut the door. 5, 6, 9, 7, 8, 11, 6, 9, 10, a big fat hen. Very good. Okay, Fatima. Thank you, Lord, for the food we eat. Thank you, Lord, for the breakfast we. Thank you, Lord, for the everything. Very good. Give clap. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ ഫാത്തിമയ്ക്കും നതാഷയ്ക്കും. വെരി ഗുഡ്. Then all of you take your text book. എല്ലാവരും എടുത്തേ, ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ആദിശ്രീ അൻവിത ഹോംവർക്ക് ചെയ്യാതെ ഇപ്പൊ എഴുതുന്നതാണോ? അല്ല, എഴുതി തീർക്കുന്നതാണോ? ഇത് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഈസി അല്ലേ? അല്ലേ? എല്ലാവർക്കും ഫുൾ മാർക്ക് ഉണ്ടല്ലേ? അതെ. അപ്പം എക്സാമിന് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ V for van, V for violin, V for vegetables, V for vase. ഇവിടെ വരെയല്ലേ നമ്മൾ പഠിച്ചത്? ആണോ? ആണെങ്കിൽ ഒന്ന് തമ്പ് ഉയർത്തി കാണിക്കാമോ? അല്ല, പിന്നെ എവിടെ വരെയാണ്? എവിടെ വരെയാണ്? അൻവിത മോള് പറഞ്ഞേ. W എടുത്തു അല്ലേ? W for what? W for wood, W for wool. മിസ് നിങ്ങൾ ടെസ്റ്റ് ചെയ്തതാ, നിങ്ങൾ മറന്നു പോയോ നോക്കാൻ വേണ്ടിട്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പം W കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. W ആഫ്റ്റർ X. എന്താണ്? X.
എക്സ് ഫോർ എങ്ങനെയാ എക്സ് എഴുതുന്നേ കണ്ടോ നിങ്ങള്? ചരിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വര അല്ലേ? എക്സ് 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 ഫോർ എക്സ്റേ. വാട്ട് ഇസ് ദിസ്? എക്സ്റേ. എക്സ് ഫോർ എക്സ് ക്രിസ്മസ് ട്രീ. എക്സ്മാസ് ട്രീ എന്നൊക്കെ പറയല്ലേ? ക്രിസ്മസ് ട്രീ. എക്സ് ഫോർ സിലിഫോൺ. Once more, X for X-ray. All of you say X for X-ray. X for Christmas tree. X for xylophone. X for X-ray. X for Christmas tree. X for xylophone. എക്സ്റേ എന്ന് പറഞ്ഞ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും എക്സ്റേ എടുത്തിട്ടുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും എക്സ്റേ എടുത്തിട്ടുണ്ടോ? ആദിഷ് അൻവിത പറയുന്നുണ്ട്. എന്താ ആദിഷേ മോനെ എക്സ്റേ എന്ന് പറഞ്ഞാല്? അൺമ്യൂട്ട് ചെയ്ത മോനെ ആദിഷ്. കൈ പൊട്ടിയാൽ എക്സ്റേ എടുത്തു. എന്തിനാ എക്സ്റേ എടുത്തത്? അറിയാൻ വേണ്ടിട്ടല്ലേ? അതെ, നമ്മളെ ദേഹത്ത് വീണാലും പൊട്ടിയാലും പുറത്ത് മുറിവുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ? അകത്തുള്ള ഇതിന്റെ അകത്തൊരു എല്ലുണ്ടല്ലേ? ആ എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ കാണണമെങ്കിൽ നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മള് എക്സ്റേ എടുത്ത് നോക്കിയാലേ നമുക്ക് എല്ല് പൊട്ടിയിട്ടുണ്ടോ എന്ന് അറിയുള്ളൂ അല്ലേ? ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വീഴും അല്ലേ? എന്നിട്ട് കൈയും കാലും എല്ലാം എല്ലൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ കഴുത്തെ കെട്ടി തൂക്കി നടക്കും അല്ലേ കുറച്ചു നാള്? അത് തന്നെ അങ്ങനെ തന്നെ. മിസ്സിന്റെ മോനും അങ്ങനെയായിരുന്നു. നിങ്ങളുടെ പ്രായമുള്ള സമയത്ത് സ്കൂളിൽ നിന്ന് വീണിട്ട് കൈയുടെ എല്ലൊക്കെ പൊട്ടി നല്ല പോലെ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഓടരുതെന്ന് പറഞ്ഞാലും നിങ്ങൾ നിൽക്കില്ലല്ലോ അല്ലെ? നമുക്ക് ഓടിയാലേ നടക്കാൻ അറിയില്ല, നമുക്ക് ഓടാനേ അറിയുള്ളൂ. അപ്പം എല്ലൊക്കെ പൊട്ടും അല്ലെ? അപ്പൊ എല്ലൊക്കെ പൊട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് എടുക്കുന്നതാണ് അല്ലെ എക്സ്റേ എടുക്കുന്നത്. അതാണ് എക്സ്റേ. കണ്ടോ അവിടെ എല്ലൊക്കെ കാണിക്കുന്നുണ്ടോ? അതാണ്. എക്സ് ഫോർ എക്സ്മസ് ട്രീ. എന്താണ് ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാല്? ക്രിസ്മസിന് നമ്മള് അല്ലേ നല്ല ലൈറ്റ് ഒക്കെ പിടിപ്പിച്ചിട്ട് അല്ലേ റിബണൊക്കെ കെട്ടി ബലൂണും നല്ല ഭംഗിയായിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും അല്ലേ വീട്ടില്? അതെ, അതാണ് ക്രിസ്മസ് ട്രീ. ക്രിസ്മസിനാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക. നെക്സ്റ്റ് നോക്കിയേ, എക്സ് ഫോർ സിലിഫോൺ. എന്താണ് സിലിഫോൺ എന്ന് പറഞ്ഞാല്? അതൊരു സംഗീതോപകരണം അല്ലേ? അതിലിങ്ങനെ നല്ല മ്യൂസിക് കേൾക്കാം. ഒന്നുകൂടെ പറഞ്ഞ എല്ലാവരും. എക്സ് ഫോർ എക്സ്റേ. എക്സ് ഫോർ ക്രിസ്മസ് ട്രീ. എക്സ് ഫോർ സിലിഫോൺ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നോക്കിയേ, സർക്കിൾ ഓൾ ദ എക്സ്. അവിടെ താഴെ ഒരു ബോക്സിനകത്ത് കുറേ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നോക്കിയോ, എക്സ് ടി ഓ. നിങ്ങൾ കൈവിരൽ കൊണ്ട് തൊട്ട് നോക്കണം കേട്ടോ. ആർ എ ഡി എ എഫ് എക്സ് ബി എക്സ് സി. അൻവിതയോട് ഞാൻ കൂട്ടില്ല. അവള് ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ആദ്യം തൊട്ട് അവൾ എഴുതിക്കൊണ്ടിരിക്കും അവിടെ. നീ എന്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഇവിടെ? കൂട്ടില്ല. ഞാൻ എന്തെങ്കിലും എഴുതാൻ പറഞ്ഞോ ഇത്രയും നേരമായിട്ട്? ഇശാനിക്കുട്ടിയെ ഞാൻ എന്തെങ്കിലും എഴുതാൻ പറഞ്ഞോ? വാട്ട് യുവർ ഹാൻഡ്സ്? കൈയ്യടിയിരുന്ന എല്ലാരും. പാവം കുട്ടികള് നമ്മളോട് കൈകെട്ടിയിരിക്കാൻ പറയുന്നല്ലേ കുറച്ചു നേരം. അൻവിത മോളെ, ഇനി കാണാൻ എന്ത് സുന്ദരിയാന്നറിയോ? നീ എന്നെ ഒന്ന് നോക്കി ഇങ്ങോട്ട്. കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടിട്ട് അവിടെ കിടക്കും അവള്. നേരെ ഇരുന്നേ ഇങ്ങോട്ട് നോക്കട്ടെ. ഇത് നല്ല പല്ലാന്ന് നോക്കി. ഇവിടെ വരെ വായിച്ചു നമ്മള്. എ എഫ് എക്സ് ബി എക്സ്
സി. ഇനി ഒന്ന് കൈവിരൽ എടുത്തോ. വിരൽ എടുത്തിട്ട് മിസ് വായിക്കുമ്പോൾ ഒന്ന് തൊട്ട് വായിക്കണം കേട്ടോ. എം എ ബി എക്സ് കെ എസ് വി എക്സ് ക്യു ഡി എക്സ് ഡബ്ല്യു. ഇതില് ലുബാബക്കുട്ടിയെ നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. ആ ഉണ്ടല്ലേ. ഇടയ്ക്ക് മിസ്സിനെ ഒന്ന് നോക്കണേ. അപ്പൊ ഇതിൽ എന്താ ചെയ്യണ്ടേ? സർക്കിൾ ഓൾ ദ എക്സ്. ഇവിടെ കുറേ എക്സ് കൊടുത്തിട്ടുണ്ട്. ആ എല്ലാ എക്സിനും സർക്കിൾ ചെയ്യണം നിങ്ങൾ. പെൻസിൽ കൊണ്ട് സർക്കിൾ വരക്കണം. ഹോംവർക്ക് ആട്ടോ. അവിടെ സൈഡിൽ എച്ച് ഡബ്ല്യു എന്ന് എഴുതാം. ഫസ്റ്റ് നമ്മൾ എക്സ് പഠിക്കുമ്പോൾ അവിടെ ഇന്നത്തെ ഡേറ്റ് ഇടണം കേട്ടോ. അമ്മയോട് പറയണം ഇന്നത്തെ ഡേറ്റ് ഇടണം. ഇവിടെ താഴെ ഹോംവർക്ക് എന്ന് എഴുതണം. എന്താ ചെയ്യണ്ടേ? എക്സിന് സർക്കിൾ വരച്ചു കൊടുക്കണം, വട്ടം വരച്ചു കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കിയേ. 29. അവിടെ എക്സ് എഴുതാനാണ് പറഞ്ഞിരുന്നല്ലേ. ബിഗ് ലെറ്റർ എക്സും ഉണ്ട്, സ്മോൾ ലെറ്റർ എക്സും ഉണ്ട്. അപ്പൊ അത് ഹോംവർക്ക് ചെയ്യാ. മിസ്സിനെ കാണിക്കാം കേട്ടോ. ഒരു ലെറ്റർ കൂടെ നമുക്ക് പഠിക്കണം. നെക്സ്റ്റ് പീരീഡ് നമുക്ക് വായിക്കാം കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചേ. എക്സ് ആഫ്റ്റർ വൈ. ഇതാണ് വൈ. Y for yak, Y for yacht, Y for yo-yo. Y for yak. എന്താണ് യാക്ക്? നിങ്ങളുടെ വീട്ടിലുണ്ടോ യാക്ക്? ആരുടെ വീട്ടിലാ ഉള്ളത്? റിയാന്റെ വീട്ടിലാണോ യാക്ക് ഉള്ളത്? യാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മലങ്കാള. നമ്മുടെ വീട്ടിലൊന്നുമില്ല അല്ലേ? മലങ്കാളയാണ്. ഇത് പേരെന്താണ്? മലയാളത്തിൽ മലങ്കാള പറയും. യാക്ക്. സൂലൊക്കെ പോയാൽ കാണാം, മൃഗശാലയിലൊക്കെ പോയാൽ കാണാം. നമ്മുടെ ഇവിടെ ഒന്നുമില്ല. വൈ ഫോർ യാക്ക്, വൈ ഫോർ യാറ്റ്. എന്താണ് യാറ്റ്? പായ്ക്കപ്പൽ അല്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? ടിവിയിലൊക്കെ കണ്ടു കാണും അല്ലേ? അല്ലാതെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇവിടെ ഒന്നും ഇല്ല അല്ലേ? കപ്പല് കടലിലൊക്കെ പോയാൽ കാണാം നമുക്ക്. കടലിൽ പോയാൽ നമ്മൾ ഈ യാറ്റ് കാണാറുണ്ടല്ലോ. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ലുബാബ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. വൈ ഫോർ യോയോ. എന്താ യോയോ എന്ന് പറഞ്ഞാല്? എന്തോ ഒരു കളിക്കുന്ന സാധനമാണെന്ന് അറിയാം അല്ലേ? ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ യോയോ? ആരുടെ കയ്യിലുമില്ല. ആദിശ്രീ കണ്ടു മിസ് കണ്ടു. എന്നിട്ട് അവളെ നീട്ടി കാണിക്കാം. മിസ് കണ്ടില്ലയോ വെച്ച്. ഇവിടെ നോക്കിയോ. വൈ ഫോർ യാക്ക്. all of you say Y for yak, Y for yacht, Y for yo-yo. അപ്പൊ താഴെ നോക്കിയേ. കളർ ദ യോയോ. യോയോയ്ക്ക് കളർ കൊടുക്കണം നല്ല ഭംഗിയായിട്ട്. അവിടെ കൊണ്ട് ഓരോ സർക്കിൾ ഉണ്ട്, അതിനകത്തൊക്കെ വേറെ വേറെ കളറൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കണം യോയോയിന് കേട്ടോ. ഇത് സെൻഡ് ചെയ്യണം. അപ്പൊ അതേപോലെ നെക്സ്റ്റ് പേജിലത്തെ വൈ, ബിഗ് ലെറ്റർ വൈ ഉണ്ട്, സ്മോൾ ലെറ്റർ വൈ ഉണ്ട്. കണ്ടോ? സ്മോൾ ലെറ്റർ വൈക്ക് കുഞ്ഞൊരു വാല് പോലെ ഉണ്ട് അല്ലേ? സ്മോൾ ലെറ്റർ വൈ എഴുതി നോക്കിയേ. ഒരു കുഞ്ഞു വാലുണ്ട് അതിന്. 4 ലൈനിൽ എഴുതുമ്പോൾ അത് താഴോട്ട് എഴുതണം. ബിഗ് ലെറ്റർ മുകളിലത്തെ ലൈനിൽ തുടങ്ങും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം. ഇപ്പൊ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം മിസ്സിന് ഇത്. നെക്സ്റ്റ് പീരീഡ് നമുക്ക് വായിക്കാം. ഫസ്റ്റ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് അൻവിത പ്രജീഷ് ആണ്. X for X-ray. S for X-ray. S for Christmas tree. S for Xylophone. Very good. Next, Y for yak. Y for yacht. Y for yo-yo. Very good. Anvida, then write now. എഴുതിക്കോ. ഇനി എഴുതിക്കോ. ഏതൻ ജെ മാത്യു. കളർ കൊടുക്കണം. ഏഡൻ. ഓക്കെ.
X for Y for yak. no, X for A for X-ray. A for Christmas tree. S for xylophone. xylophone. Y. Y for yak. Y for yacht. Y for yo-yo. Okay, very good. Then write Aiden Thomas. Pencil എടുത്ത് എഴുതിക്കോ ഏതൻ. Aiden Thomas. എന്താ മോനെ? X for xylophone. വായിച്ചു തീർന്നോ? Y for yak, Y for yacht, Y for yo-yo. Very good. Ishani. Y X. X for X-ray. S for Christmas tree. X for xylophone. Y. Xylophone നാട്ടോ. Y for axe. Y for Yacht. 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 Y for yo-yo. Yo-yo. Very good. Lubaba. S for X-ray. S for Christmas tree. S for xylophone. 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 Y for Yak. yak. Y for Yo-yo. Y for yo. Yo-yo. Yo-yo. Okay, very good. Next, Umar Jafar. Umar. X for X-ray. X for X-ray. X for Christmas tree. X for xylophone. Y. Yes. Y for yo-yo. Y for yak. Very good. Adish. Adish. ആദിഷേ അൺമ്യൂട്ട് ചെയ്യോ മോനെ? പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ. H for X-ray. H for Christmas. Telephone. Xylophone. Y for yak. Yak. Y for yacht. Yacht. Y for yo-yo. Y for yo-yo. Very good. Fatima Mehrin. ഫാത്തിമ കുട്ടിയെ അൺമ്യൂട്ട് ചെയ്തേ. മ്യൂട്ട് ആയില്ല. അതെ, അൺമ്യൂട്ട് ചെയ്തേ. ഫാത്തിമ പ്ലീസ് അൺമ്യൂട്ട്. ആവുന്നില്ലേ? ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞ അമ്മയോട്. ആയിക്കോളൂ. ആയി. വായിച്ചോ. X for X-ray. X-ray. X for Christmas tree. X for xylophone. Y. Y for yak. Y for yacht. Yacht. Y for yo-yo. Very good. Very good. Nitasha.
നിതാശ കുട്ടിയെ പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ, വായിച്ചോ. X for X-ray. S for X-ray. X for Christmas tree. S for Christmas tree. X for xylophone. Y for yak. Y for yak. Y for yacht. 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 Y for yacht. Yo. Very good. Adisri. S for Christmas tree. S for xylophone. Anvita Y for yak. Y for yacht. Y for yo-yo. വെരി ഗുഡ്. അൻവിത മോളെ ഇപ്പോഴും കൈ പിടിച്ച് എഴുതിക്കണോ? ഇനി അമ്മ കൈ പിടിച്ചൊന്നും എഴുതിക്കണ്ട. ഇനി നമ്മൾ തന്നെ എഴുതണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് UKG എത്തുമ്പോ ഉണ്ടല്ലോ നമുക്ക് ഒട്ടും പറ്റില്ല കൈ കൊണ്ട്. നമ്മുടെ കൈ കൊണ്ട് തന്നെ എഴുതണം അതിന്റെ മുകളിലൂടെ കേട്ടോ. എയും ബിയും സി ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അമ്മ കൈ പിടിച്ച് എഴുതണം അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ വരയൊന്നും അതിന്റെ മുകളിൽ കൊള്ളില്ല. അപ്പൊ തന്നെ എഴുതണം കേട്ടോ അൻവിത. അമ്മ കൈ പിടിച്ച ഒരു വൃത്തി ഉണ്ടാവില്ല. ആദിശ്രീ ഗുഡ്. ഇനി ആരാണ് വായിക്കാത്തത് ക്ലാസ്സില്? ഐവിൻ ജോസഫ്, ഏബൽ സിൻഡോ. ഏബൽ സിൻഡോ അൺമ്യൂട്ട് ചെയ്യുമോനെ. S for X-ray. S for tree. S for xylophone. Xylophone. Y. Y for yacht. Y for yo-yo. Very good. ഇനി ആരാണ് മിസ് വിളിക്കാത്തത്? റിയാൻ TP വായിച്ചോ. അൺമ്യൂട്ട് ചെയ്യുമോനെ. X for X-ray. X for Christmas tree. X for xylophone. Y. Y for yak. Y for yo-yo. Yacht. Y for yacht. Y for yo-yo. വെരി ഗുഡ്. ഐവിനെ കാണുന്നില്ലല്ലോ. ഐവിൻ ജോസഫ്. വേർ ഈസ് ഐവിൻ? ബാക്കി എല്ലാരും വായിച്ചില്ലേ? ഐവിൻ മോനൊന്ന് വായിച്ചു കേൾപ്പിക്കാം മിസ്സിനെ. അൻവിത കുട്ടീനെ അമ്മ പിടിക്കുന്നു. അമ്മയാണോ അടുത്ത്? എന്താണ് പറയാ? ഐവിൻ വായിക്കുന്നു. അവന് റേഞ്ച് ഇല്ലല്ലോ. എന്താ അൻവിത മോക്ക് പറയാനുണ്ടല്ലോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്യോ? പ്ലീസ് അൺമ്യൂട്ട് അൻവിത. ഐവിൻ വായിക്കും. എക്സ് എഴുതാനൊന്ന് പഠിപ്പിക്കാം മിസ്സേ. അൻവിതനെയാ?
എല്ലാ സ്ലേറ്റിൽ ഇങ്ങനെ എഴുതാൻ പഠിപ്പിക്കില്ലേ? ആ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ സ്ലേറ്റിൽ പഠിപ്പിക്കലുണ്ടേ. അതെയോ? ഓ ക്ലാസ്സിൽ ഇവിടെ നിങ്ങൾ എടുക്കുമ്പോ സ്ലേറ്റിൽ എഴുതി പഠിപ്പിക്കാറുണ്ടെന്നാ? സ്ലേറ്റിൽ എഴുതിയിട്ട് മിസ് കാണിച്ചു തരും അതുപോലെ എങ്ങനെയാ എഴുതണ്ടേന്നല്ലേ? അതിപ്പോ ഇന്ന് ഞാൻ നേരത്തെ ഒന്ന് ഇൻഫോം ചെയ്യായിരുന്നു. മിസ് കമ്പ്യൂട്ടറിൽ ടീച്ചർ അവിടുത്തെ സ്ക്രീനിൽ കാണിച്ചു തരും. സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാനത് ചെയ്തിട്ടില്ല. അപ്പം ഇന്ന് തൽക്കാലം ഞാൻ നോട്ട് ബുക്കിൽ ചെയ്ത് കാണിച്ചാൽ മതിയോ? അടുത്ത ക്ലാസ് മുതൽ ഞാൻ ചെയ്തു തരാം. ലിസൺ, എങ്ങനെയാ? ഫസ്റ്റ് ഇങ്ങനെ വരച്ചു, കാണുന്നുണ്ടോ? ഇങ്ങനെ എക്സ് അല്ലേ? എങ്ങനെയാണ്? ചരിഞ്ഞ് വരയ്ക്കണം, ഇങ്ങനെ അങ്ങോട്ടും രണ്ട് സൈഡിലോട്ടും എക്സ്. വൺസ് മോർ. കണ്ടില്ലേ? 4 ലൈൻ എടുക്കുമ്പോ എങ്ങനെയാണ്? ഫോർ ലൈനില് ഫസ്റ്റ് ബിഗ് ലെറ്റർ എഴുതുമ്പോ ഫസ്റ്റ് ലൈനിൽ എടുത്തു, താഴത്തെ ലൈൻ ഫ്രീ ആണല്ലേ? ഇങ്ങനെയാണ് എക്സ് എഴുതുക. സ്മോൾ ലെറ്റർ എഴുതുമ്പോഴോ രണ്ട് ആ 2 ലൈനിൽ മാത്രം എക്സ് എഴുതുക. എക്സ്. ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്യണം? വെരി ഗുഡ്. ആദ്യം എഴുതുമ്പോ എക്സ് ഒന്നും ശരിയായിട്ട് വരില്ല അല്ലെ? പ്ലസ് പോലെയൊക്കെ ഉണ്ടാവും. സാരമില്ല, അതൊക്കെ ശരിയായിട്ട് വരും. കുഞ്ഞു കുട്ടികളല്ലേ നമ്മള്. വൈ ഒക്കെ എഴുതുമ്പം നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വൈ എഴുതുക അല്ലേ? ലുബാബ, വെരി ഗുഡ്. എല്ലാവരും ഹോംവർക്ക് ചെയ്തു, ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു കേട്ടോ. ക്ലാസ് കഴിഞ്ഞ പാട്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? നന്നായിട്ട് എഴുതിയവർക്ക് എന്താ വേണ്ടത്? സ്റ്റാർ വേണോ അല്ലെ ടോയ്സ് വേണോ? ലുബാബ പറയുന്നുണ്ട്. ലുബാബ പ്ലീസ് അൺമ്യൂട്ട്. ലുബാബ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? എന്താ വേണ്ടത്? മിഠായി ആണോ വേണ്ടത്? എത്ര എണ്ണം വേണം? എത്ര എണ്ണം വേണം? 5 മിഠായി വേണമെന്നാ പറഞ്ഞ. എല്ലാവർക്കും ഇത് തന്നെയാണ് വേണ്ടേ? എല്ലാവർക്കും ഇപ്പം വേറെ വേറെ വേണ്ടി വരും അല്ലേ? ഫാത്തിമ മെഹറിൻ എഴുതിയോ? ഓക്കെ, വെരി ഗുഡ്. മിഠായി തരാം കേട്ടോ. നമ്മുടെ ക്ലാസ് തീരാൻ പോകുന്നു. എന്താ ചെയ്യേണ്ട? എല്ലാവരും ഏബിൾസിന്റെ ഒക്കെ എഴുന്നേറ്റ് പോയി, മടുത്തു ക്ലാസ് അല്ലേ? അപ്പൊ എല്ലാവരും ഹോംവർക്ക് ചെയ്യാൻ എന്ത് ഡേറ്റ് ഇട്ടിട്ട് ഹോംവർക്ക് ചെയ്ത് മിസ്സിന് സെൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ. സി യു. See you next period. Bye.